നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ യൂസേഴ്സിനെയും പിടിച്ചിട്ട് നമ്മൾ ഓരോ കാറ്റഗറി ആക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം 3 കാറ്റഗറിയിൽ ആളുകളുണ്ടാവും. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഷോപ്പിൽ പോകുന്നു, കോയിൻസ് പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് വേണ്ട പ്ലേയേഴ്സിനെ പോയി എടുക്കുന്നു. ഒരു സ്വപ്ന ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അംബാനി ജീവിതം എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൻസ് കയ്യിൽ കിട്ടിയ ഇത് ഒരു 100 കോയിൻ ആയിക്കഴിഞ്ഞാൽ കൈ വറക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അവർ നേരെ പോകുന്നു, പാക്ക് ഇറക്കുന്നു, കിട്ടി പോയാൽ പോയി, അത് വെച്ച് സ്ക്വാഡ് ബിൽഡ് ചെയ്ത് പോകുന്നു. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർക്ക് വേണ്ടി അവർ കോയിൻസ് സേവ് ചെയ്യുന്നു. ചിലപ്പോൾ ആ പ്ലെയർ വരാതിരിക്കാം, ഏത് ടൈപ്പിലും വരാം. ഇങ്ങനെ ഒരു 3 കാറ്റഗറി പ്ലെയേഴ്സ് നമ്മുടെ ഈ ഫുട്ബോളുണ്ട്. അപ്പോൾ നമുക്കറിയാം പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു പൈസ നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിനെതിരെ ഇടയിൽ വന്ന് കിടക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഈ ഫുട്ബോളിലെ ഈ ഒരു സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് എപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുട്ബോളിനൊക്കെ സെറ്റായിട്ട് കോയിൻസ് സേവ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു അക്കൗണ്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഗൈഡാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടൊരു 5-6 വർഷമായിട്ട് ഒരു ഗെയിം കളിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോയിൻസ് വെറുതെ പാഴായിട്ട് പോകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ ഓരോന്നും ഞാൻ എടുത്തു പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്റ്റിലോട്ട് നമ്മൾ കയറിയിട്ട് നമ്മളെ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാക്കുകളുണ്ട്. അപ്പോൾ ഒരു ഇഷ്ടം പോലെ കൊണ്ടുവന്ന് കുത്തി നിറച്ചിട്ടുമുണ്ട്. നമുക്കനുസരിച്ചുള്ള കോയിൻസ് അവർ തരുന്നില്ല. ഏകദേശം 10,000-ന് മുകളിൽ കോയിൻസിനുള്ള വകുപ്പുകളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാം പോയിട്ട് സൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പെടത്തേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കോയിൻസ് ചിലവാക്കണമെന്ന് ഒഴിവാക്കണം ഉറപ്പ് പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയർ ഓഫ് ദ വീക്കാണ്. ഒരുപാട് പേര് നല്ലൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ പോയിട്ട് എടുക്കാറുണ്ട്. പ്ലെയർ ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഏകദേശം ഒരു വീക്കിന് മാത്രമേ പലപ്പോഴും പല പ്ലെയേഴ്സ് നമുക്ക് കിട്ടാറുള്ളൂ. അതായത് സ്റ്റേബിളായിട്ട് എല്ലാ വീക്കിലും നമുക്ക് ഒരു നല്ല പെർഫോമൻസ് തുടർച്ചയായി കൊണ്ടുപോകാൻ ഈ കാറ്റഗറി പെടുന്ന ഒരു പ്ലെയറിനും സാധിക്കില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഓരോ ആഴ്ചക്കനുസരിച്ച് അവരുടെ ഫോം ഔട്ടാവാം. ഓക്കെ, അത് ഫോം ഔട്ട് ഉണ്ടാവാം. അപ്പോൾ അതനുസരിച്ച് ഈ പ്ലെയേഴ്സിൻ്റെ പവർ സ്വാഭാവികമായിട്ട് നമ്മളെ കൊനാമി കുറക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളൊരു നമ്മളെ ഫസ്റ്റ് ലെവലിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്വാഡിലോ എപ്പോഴും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലെയേഴ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാന്യമായിട്ട് നമ്മളെ കൊനാമി നമുക്കൊരു ഫ്രീ ട്രൈ നമുക്ക് തരുന്നുണ്ട്. നമ്മളെ ഈ ഇവൻ്റ് കളിച്ചാൽ മതി, അത് പോയിട്ട് എടുക്കുക. ഒരു ഫ്രീ ട്രൈ മാത്രം കൊണ്ടുവന്ന് തീർക്കുക. നമുക്ക് ടാർഗറ്റിന് കിട്ടില്ലെന്ന് കരുതിയിട്ട് പിന്നെ ടാർഗറ്റിന് വേണ്ടിയിട്ട് കോയിൻസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഒരു പക്ക മണ്ടത്തരാണ്. അപ്പോൾ അതിനാരും നിൽക്കരുത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലെയർ ഓഫ് ദ വീക്ക് പോലെ തന്നെയാണ് നിങ്ങൾക്ക് വേറെയും ലീഗ് സെലക്ഷൻ ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ ടീം സെലക്ഷൻ ഉണ്ടാവാം. ഏത് ടൈപ്പ് ഉണ്ടെങ്കിലും അതിലൊന്നും കൊണ്ടുപോയിട്ട് കോയിൻസ് വിൻ ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് നമ്മൾ എപ്പിക് പാക്ക് മാത്രം എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അവിടെയാണ് നമുക്ക് അത്യാവശ്യം നല്ല വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ പ്രാവശ്യം വർത്തായിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സും നമുക്ക് കിട്ടുക. അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ പാക്കുകളാണ്. സ്വാഭാവികമായിട്ട് ഒരു പുതിയൊരു മാനേജർ പാക്ക് വന്നു കഴിഞ്ഞാൽ അത് ബെസ്റ്റായിരിക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും നിലവിൽ നമ്മുടെ ഗെയിമിൽ ലിങ്ക് അപ്ലൈ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനനുസരിച്ചുള്ള ഒരു മാനേജർ വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ആ ഒരു സിസ്റ്റം നിങ്ങൾ ഗെയിം പ്ലേ ആയിട്ട് എത്രത്തോളം സൂട്ടബിൾ ആകുന്നോ അതനുസരിച്ച് ഒരു മാനേജർ വരുമ്പോൾ നിങ്ങൾ പോയിട്ട് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിം പ്ലേ സെറ്റായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടീം പ്ലേസിലുണ്ടാവും. അതനുസരിച്ചുള്ളൊരു മാനേജർ വരും. ചിലപ്പോൾ അങ്ങനത്തെ ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാനേജർക്ക് ഒത്തൊരു ലിങ്ക് പ്ലേ സ്വാഭാവികമായിട്ടും വന്നോളന്നില്ല. അപ്പോൾ നിങ്ങൾ മാനേജർ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മാനേജർ എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു മാനേജർ വരും എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ലിങ്ക് അപ്ലേക്ക് അനുസരിച്ച് ഒരിക്കലും നിങ്ങൾ ഗെയിം പ്ലേ നിങ്ങൾ മാറ്റാൻ നിൽക്കരുത്. അതൊരു സത്യം പറഞ്ഞാൽ പക്ക മണ്ടത്തര ഗെയിമിലൊരു എൻജോയ്മെൻറ്റിനൊക്കെ നഷ്ടപ്പെടും, മടുക്കാൻ ചാൻസ് ഉണ്ട്, ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കളിശ്ശേരിക്ക് വരുന്ന നിങ്ങൾക്ക് സെറ്റാവുന്ന ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു മാനേജർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇയർ നിങ്ങൾ വേറെ മാനേജർക്ക് വേണ്ടി നോക്കരുത്. 90-ലോട്ട് പവർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ വെറുതെ പോയിട്ട് ഓരോ മാനേജർ വരുമ്പോൾ റിവ്യൂ കാണും, ബെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോയിട്ടുള്ള കോയിൻസ് ഫുള്ള് സേവ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടത്. ജസ്റ്റ് വൺ മാനേജർ, ആ ഒരു മാനേജറിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നെർഫാക്കുക എന്ന് പറഞ്ഞൊരു പേടി സ്വാഭാവികമായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് സത്യമാണ്. നമ്മൾ കൊനാമി മാനേജേഴ്സിൻ്റെ പവർ പലപ്പോഴായിട്ട് കുറക്കാറുണ്ട്. പക്ഷേ ഓരോ അപ്ഡേറ്റിന് ശേഷം ഒരു പവർ കുറഞ്ഞ പ്ലെയേഴ്സിന് അല്ലെങ്കിൽ മാനേജർക്കോ വീണ്ടും പവർ തിരിച്ചൊരു നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒളിവർ ഖാൻ്റെ അവസ്ഥ നമുക്ക് എടുക്കാം. പ്രീ എപ്പിക് പാക്ക് ആയിരുന്നു, ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറഞ്ഞു. പക്ഷേ അപ്ഡേറ്റിന് ശേഷം നല്ല പോസിറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കൊനാമി ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു നെർഫും ഇല്ലാതെ നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടൊരു മാനേജർ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഷോപ്പിൽ പോവുക, പൈസ കൊടുക്കുക, നമ്മൾ മൗറിൻ്റെ ഒരു മാനേജർ പാക്ക് എടുക്കുക. ഇതൊരിക്കലും നെർഫാക്കൂല. കാരണം എന്താ അറിയോ, ഈ ഒരു മാനേജറിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക, ഏകദേശം 333 ദിവസത്തോളം ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ വന്നാൽ ഞങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ യൂസേഴ്സ് നമ്മൾ ഗെയിമിലോട്ട് കയറുന്ന സമയത്ത് മൗറിനോയുടെ പാക്ക് എന്ത് അവർ സൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെർഫായി കഴിഞ്ഞാൽ
പിന്നെ അതിലൊരു യൂസ് ഉണ്ടാവില്ല. അപ്പോൾ 1 ഇയറോളം നമ്മൾ കൊനാമി എന്തൊക്കെ കൊണ്ടുവരുന്നു അതൊന്നും ഒരിക്കലും നെർഫ് ആകാത്ത നിലക്ക് നിൽക്കുന്നുള്ളതാണ്. പലപ്പോഴും അതിൻ്റെ കാലാവധി തീരുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാറുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ അടുത്തൊരു ഭാഗമാണ് നമ്മുടെ ഒരു 1800 കോയിനൊക്കെ നമ്മൾ കൊനാമി ഓരോ പാക്കുകൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. നമുക്ക് നെർഫൊന്നും ഇല്ലാതെ 100% ഉറപ്പായിട്ടും നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉൾപ്പെടുന്ന പാക്കുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ പാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ പോക്കാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എക്സ്പെഷ്യലാണ് മെസ്സിൻ്റെ പാക്കൊക്കെ ഒരു 1800 കോയിൻ നമ്മൾ കൊടുക്കാനും മാത്രം വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എംആറിൻ്റെ പാക്കിന് കൊടുക്കാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സിന് എന്തായാലും മുതലാകുന്ന ഒരു കാർഡിനെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എംആറിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പെദ്രിന് നല്ലൊരു കാർഡ് നമുക്കൊപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എപ്പിക് പ്ലെയർ ഷുവറായിട്ടും വേണം. നെർഫൊന്നും ആക്കാത്ത പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എംആറിൻ്റെ ഈ ഒരു പാക്കിലോട്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പോകാൻ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് നമ്മുടെ എംആറിൻ്റെ ഒരു പാക്ക്. നമുക്ക് എന്ത് ചെയ്യുക, അത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തൊരു ഭാഗമാണ് നമ്മളെ ഏറ്റവും മെയിനായിട്ടുള്ള ഭാഗമാണ് നമ്മുടെ എപ്പിക് പാക്ക്. നിങ്ങൾ ഏത് എപ്പിക് പാക്ക് നിങ്ങൾ സൈൻ ചെയ്യണമെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴും ഒരു ഈ ഫുട്ബോൾ യൂസർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നിങ്ങൾ ഗെയിമിൽ കിട്ടുന്ന കുറച്ച് കോയിൻസ് മാത്രം എടുത്തു വെച്ച് കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീമിനെ നിങ്ങൾ ബാലൻസ് ആക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു പ്ലെയർ നമുക്കൊരു ഇപ്പോൾ ഉദാഹരണം നമ്മളെ CBയിലൊരു മാൾഡിനെ കിട്ടി, അല്ലെങ്കിൽ നമ്മളെ എൽ ബിയിൽ കളിക്കാൻ വേണ്ടി ഒരു മാൾഡിനെ കിട്ടി. അപ്പോൾ ഇനി വേറെ ആ ഒരു ഭാഗത്തോട് നമ്മളിപ്പോൾ തന്നെ നോക്കണം എന്നില്ല. നിങ്ങൾക്ക് തൊട്ടപ്പുറത്തെ ഭാഗത്ത് ഇനി എവിടെയാണ് നിങ്ങൾക്ക് ബാലൻസ് ആക്കാനുള്ളത്, ഏത് ഭാഗത്താണ് പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് നോക്കുക. നിങ്ങളൊരു ഗെയിം പ്ലേ കളിക്കുമ്പോൾ ആ ഒരു പ്ലെയറെ പെർഫോമൻസ് വെച്ച് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് പ്രശ്നം എന്ന് അറിയാം. അതനുസരിച്ചൊരു പാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പാക്കിലോട്ട് നിങ്ങൾ കോയിൻസ് ഇൻവെസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് എൽബിയിലോട്ട് മാൾഡിനെ കിട്ടി. അപ്പോൾ ആ ഒരു സെയിം കാറ്റഗറി തന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വേറെ പ്ലെയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കറക്കാനുള്ള ബോധ്യം ഉണ്ടാവും. ഞാൻ പറയുന്നത് അത്രത്തോളം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വെറും ഒരു 100 കോയിൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതിനപ്പുറം കൊടുക്കാൻ നിൽക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നത് ചിലപ്പോൾ ഞാൻ പറയട്ടെ, ആ ഒരു പാക്ക് നിങ്ങൾ ഫുള്ളായിട്ട് കോയിൻസ് നിങ്ങൾ സ്പെൻഡ് ആക്കി എന്ന് കരുതുക. അതിനുശേഷം തൊട്ടപ്പുറത്തെ വീക്കിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഏത് പ്ലെയറാണ് വേണ്ടത് അതനുസരിച്ചൊരു പാക്ക് വരിക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതിൽ കോയിൻസ് ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്രയും കാലം ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് ഏതൊരു സ്പെഷ്യൽ ക്വാളിറ്റിയുള്ള പ്ലെയർ വേണം, അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തോട്ട് ഇനി ഒരു സ്പെഷ്യലായിട്ട് പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് പ്ലെയർ വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോയിൻസ് പോയിട്ട് അവിടെ കൊടുത്ത് നിങ്ങൾ മുതലാക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പ്ലെയർ ആരാണ്, അവരെങ്ങനെയൊക്കെയാണ് വരുന്നതെന്നല്ല നോക്കണത്. ആ ഒരു പ്ലെയർ ഏത് ഇപ്പോൾ ഫേമസ് ആയിട്ട് പ്ലെയർ ആവട്ടെ അല്ലാത്ത പ്ലെയർ ആവട്ടെ, അവർക്ക് നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥാനമുണ്ടോ, അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ നോക്കുക. അതനുസരിച്ച് നിങ്ങൾ കറക്കുക. സ്വാഭാവികമായിട്ട് ആ പ്ലെയറൊക്കെ ആ പ്ലെയറിൻ്റെ ഒപ്പം തന്നെ വേറെയും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള പ്ലെയേഴ്സും ഉണ്ടാകാം. പക്ഷേ നമുക്ക് വേറെ വഴിയൊന്നുമില്ല ആ ഒരു പാക്കിൽ കൊണ്ടുപോയിട്ട് കറക്കുക എന്നുള്ളതല്ലാതെ. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ ഒരു നിലക്ക് നിങ്ങൾ മൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള മെച്ചം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളത് ഞാൻ അതിൽ ഉറപ്പ് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ രീതികളുണ്ടാവും, അതനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. നമുക്കൊരു ഷുവറായിട്ടൊരു എപ്പിക്കിനെ കിട്ടണം നമ്മൾ ഈ ഫുട്ബോളിന് കിട്ടുന്നുണ്ടെങ്കിൽ വേറൊരു വഴിയില്ല. നിങ്ങൾ ഗെയിമിൽ നിങ്ങൾ ബ്രേക്ക് എടുത്ത് പോകേണ്ടി വരും. കാരണം നിങ്ങൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത്രത്തോളം കൊനാമി നമുക്ക് എപ്പിക്ക് തരുന്നതിന് നിങ്ങൾ നീട്ടി കൊണ്ടുപോകും. നിങ്ങൾ ആക്റ്റീവ് ആകാതെ അഥവാ നിങ്ങൾ ഗെയിമിലോട്ട് പിന്നീട് നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊനാമി നമുക്ക് എപ്പിക്ക് തരുന്ന ചാൻസ് കൂടും. കാരണം എന്താ, നമ്മൾ ഗെയിമിൽ പിടിച്ച് നിർത്തണം എന്നുള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും ആക്റ്റീവ് ആണെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാതെ പോകും. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൊനാമി മൊത്തത്തിൽ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ നമ്മൾ ഗെയിമിൽ ആക്റ്റീവ് ആക്കണം എന്നുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത്. പക്ഷേ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടൊന്നും അവർ തരില്ല. ആ ഒരു കാറ്റഗറി നമ്മൾ ഗെയിം മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോയിൻസ് സ്പെൻഡ് ചെയ്തിട്ട് മൊത്തത്തിൽ എല്ലാ കാര്യവും സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എത്രയൊക്കെ യൂസ് ആയിട്ടില്ലെന്ന് എനിക്കറിയില്ല. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, ബൈ.